ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. റോബർട്ടോ മാർട്ടിനസ് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: CR7 കളിക്കളത്തിൽ ഉണ്ടാകുന്നത് എതിരാളികളെ ബാധിക്കും, അത് പരമാവധി മുതലെടുക്കണം എന്നാണ് റോബർട്ടോ മാർട്ടിനസ് വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ CR7 ആരാധകർക്ക് വളരെ അധികം സന്തോഷം നൽകുന്നതാണ്. ഇതിനോടുള്ള മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ അവസാന കാലമാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അതേപോലെ തന്നെ ലയണൽ മെസ്സിയുടെയും അവസാന കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരുടെ അവസാനം ഇനി അടുത്ത വേൾഡ് കപ്പോട് കൂടി അവർ വിരമിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരേകദേശം സൂചിപ്പിച്ചൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വിരമിക്കാനായി തുടങ്ങി എന്നൊക്കെ. പലതിലൊക്കെ നമ്മൾ അവരെ ഇൻ്റർവ്യൂ പലരും എടുക്കുമ്പോൾ അതിലൊക്കെ അവർ പറയുന്നത് കേട്ടോ, നമ്മൾ റിട്ടയർഡ് ആവാൻ വിരമിക്കാനായി തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ മാക്സിമം അവരെത്രയാണോ ഉള്ളത്, അവർ ഉള്ള കാലത്ത് വേൾഡ് കപ്പ് നടക്കുന്നുണ്ടോ, വേൾഡ് കപ്പിൻ്റെ ടൈമാണോ, അപ്പോൾ അവർ ഉണ്ടാവണമെന്നാണ്. അതിപ്പോൾ ഏത് പ്ലെയർ ആയിക്കോട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിക്കോട്ടെ, ലയണൽ മെസ്സി ആയിക്കോട്ടെ, ഏത് പ്ലെയർ ആയിക്കോട്ടെ, അവർ ഉള്ളിടത്തോളം കാലം കളിക്കുക, അവരെ കളി കാണുക എന്നുള്ളതിന്. അപ്പോൾ അതന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കുറേ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഫാൻ ബേസ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ഐ മീൻ ഒരു റെസ്പെക്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. ഇപ്പം മെസ്സിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ആയിക്കോട്ടെ, അവരുടെ അവസാന കാലഘട്ടമാണ്. അത് മാക്സിമം അവരെ ഇറക്കുക. ഇനിയിപ്പോൾ അവരിപ്പോൾ ഫോം ഔട്ട് ആയിക്കോട്ടെ, ഇപ്പോൾ വലിയ കളിയൊന്നുമില്ല, പ്രായമായി, അവർ വഹിക്കണില്ല, എല്ലാ കളിയും മിസ്സാക്കണം, എല്ലാ കളിയും പൊട്ടണം, എന്നാൽ പോലും വേൾഡ് കപ്പ് അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറക്കണം. കാരണം അത് അവസാന കളി അവരെ ആ ഗ്രൗണ്ടിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് അവരെ ഫാൻ ആവണമെന്ന് മാത്രമല്ല, ഫാൻ ആയാൽ മാത്രമല്ല ആ ഫീൽ കിട്ടുക. ഐ മീൻ ഇപ്പോൾ വേറെ ഫാൻസ് ആണെങ്കിലും അവർ ആ സ്റ്റേഡിയത്തിൽ അവർ പന്ത് തട്ട ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അതാണ് ഏതൊരു ഫുട്ബോൾ പ്ലേയേഴ്സിനെയും കളി കാണാൻ കൊതിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന റിവഞ്ചുകളുടെ കിങ്ങാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറേ ട്രോളുകളൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഏത് പ്ലെയർ എടുത്താലും അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ എന്തെടുത്താലും അതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതിന് പിടിച്ച് പോവാതെ ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഫാൻസിൻ്റെയും ആദ്യ ചുവട്ടുപടി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെ ഇപ്പോൾ ഫോം ഔട്ട് ആണെങ്കിലും അദ്ദേഹത്തെ ഇറക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഫസ്റ്റുള്ള കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ രാജ്യത്തിന് കളിച്ചപ്പോൾ അടുത്ത ഡിഫൻഡർ എന്തോ കൈകൊണ്ട് ഇടിച്ച് കണ്ട് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയില്ലേ, അദ്ദേഹം ആക്കിയില്ലേ ഒക്കെ പറയും. ഓക്കെ, ഇത് കളിയാണ്, ഇത് ഫുട്ബോളാണ്, ചിലപ്പോൾ ഈ ഇടിച്ചൊന്ന് വരും, അതൊക്കെ കളി, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രം എടുക്കുക. നമ്മളിപ്പം അങ്ങോട്ട് കളിയാക്കും ഇങ്ങോട്ട് കളിയാക്കും, അതൊക്കെ നമ്മളൊരു കളിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രം എടുക്കുക, എന്നിട്ട് ബാക്കി ഒഴിവാക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ക്ഷമ ചോദിക്കണം. പക്ഷെ എനിക്ക് എന്താ പറയുക, ഞാനൊരു മെസ്സി ആരാധകനാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെ ഒക്കെ ഒരു അവസാന കാലഘട്ടമാണ്. അപ്പോൾ ഇരുവരും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവർ സ്റ്റേഡിയത്തിൽ അവരുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ക്ലബിന് വേണ്ടി കളിക്കുന്നത് കാണാൻ വളരെ രസമാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് ആയാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടില്ല, CR7 കളിക്കളത്തിൽ ഉണ്ടാകുന്ന എതിരാളികളെ ബാധിക്കും, അത് പരമാവധി മുതലെടുക്കണം എന്ന്. നമുക്കറിയുന്ന കാര്യമാണ്. എനിക്ക് ഏത് ഇയറാണെന്ന് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറയാം. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കളിയിൽ കോച്ചിനെ ഒഴിവാക്കിക്കാണ്ട്, കോച്ചിനെ കുറച്ച് തട്ടിക്കാണ്ട്, അദ്ദേഹം കോച്ചായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ കളിച്ചൊരു പോർച്ചുഗൽ വരെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കൂടി ഓർക്കുക. അപ്പോൾ ആ പ്രൈമുക്ക് തിരിച്ചു വരാൻ വേറെ വഴി വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കളി മികച്ചതാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെയും അതേപോലെ തന്നെ ലയണൽ മെസ്സിൻ്റെയൊക്കെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ അവർ ഫോം ഔട്ട് ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഒരു ഫുട്ബോൾ ഫാൻസ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അവരെ ഫോം ഔട്ട് ആണെങ്കിലും അല്ലെങ്കിലും അവരെ കളിക്കളത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് ഇറക്കിയാലും മതി. അതിന് കിട്ടുമ്പോൾ അവരെ 10 മിനിറ്റ് ആ ഗ്രൗണ്ടിൽ ഉണ്ടാവുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് സാറേ ഹരം എന്ന് പറയുന്നത്, അതാണ് സാറേ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.